KCB ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച കേസിൽ താൻ നിരപരാധിയാണെന്നാണ് പ്രതി അജ്മൽ പറയുന്നത്. ഓഫീസിൽ ആക്രമണം നടത്തിയിട്ടില്ലെന്നും കമ്പ്യൂട്ടർ തകർത്തത് ഉദ്യോഗസ്ഥരാണെന്നും അജ്മൽ വ്യക്തമാക്കുന്നു. വീട്ടിലെ പഴയ കറിയെടുത്ത് ദേഹത്തൊഴിക്കുക മാത്രമാണ് താൻ ചെയ്തത്. KCB ഡ്രൈവർ കമ്പ്യൂട്ടർ സ്ക്രീൻ കൊണ്ട് അനിയന്റെ തലയ്ക്കടിച്ചു. ഓഫീസിൽ ചെന്നത് മുതലുള്ള ദൃശ്യങ്ങൾ പകർത്തിയെന്നും അജ്മൽ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. അതേസമയം ആക്രമണത്തിന്റെ പേരിൽ തിരുവമ്പാടിയിലെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ച നടപടിയെ ന്യായീകരിച്ച് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി രംഗത്തെത്തി. അജ്മലിന്റെ വീട്ടിൽ പോയാൽ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കില്ലെന്ന് ഉറപ്പ് കിട്ടണം. അങ്ങനെ ഒരു ഉറപ്പ് പോലീസ് നൽകിയാൽ കണക്ഷൻ പുനഃസ്ഥാപിക്കാം. ഞങ്ങൾക്കാര് സംരക്ഷണം നൽകുമെന്ന് അവർ ചോദിച്ചാൽ താൻ എന്ത് മറുപടി പറയണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇതിനിടെ റസാക്കിന്റെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചത് മനുഷ്യാവകാശ ലംഘനമെന്ന പരാതിയും ഉയർന്നു. മനുഷ്യാവകാശ കമ്മീഷനാണ് പരാതി നൽകിയത്. പരാതിയിൽ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യമാണ് നാട്ടുകാരൻ ഉന്നയിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ചയായിരുന്നു വിവാദ സംഭവങ്ങളുടെ തുടക്കം. ബില്ലടയ്ക്കാത്തതിനെ തുടർന്ന് റസാക്കിന്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം ഉദ്യോഗസ്ഥർ വിച്ഛേദിച്ചിരുന്നു. തുടർന്ന് റസാക്കിന്റെ മകൻ അജ്മൽ ഓൺലൈനായി ബില്ലടയ്ക്കുകയും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ വെള്ളിയാഴ്ചയാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ഉദ്യോഗസ്ഥർ എത്തിയത്. ഇതിനെ ചൊല്ലി അജ്മലും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇതോടെ ഉദ്യോഗസ്ഥർ അജ്മലിനെതിരെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സീ മലയാളം ന്യൂസ്, കോഴിക്കോട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.